നമ്മുടെ മോഡിജിക്ക് പാർലമെൻ്ററി ചട്ടങ്ങളൊന്നും ബാധകമല്ല. അദ്ദേഹം വായിൽ വരുന്നതെന്തോ അതെല്ലാം പറയും. അതൊന്നും രേഖകളിൽ നിന്ന് നീക്കം ചെയ്യാൻ അംബാനായ സ്പീക്കറും തയ്യാറല്ല. രംഗണ്ണ പറയുന്നതെന്തോ അതെല്ലാം അംബാന് സ്വീകാര്യമാണ്. എന്നാൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരെന്തെങ്കിലും പറഞ്ഞാൽ അംബാൻ കോപിക്കും, നീക്കം ചെയ്യും, പൊട്ടിത്തെറിക്കും, വിരൽ ചൂണ്ടും, ചാടി എഴുന്നേക്കും. സംഭവം എന്തെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം ജയറാം രമേശ് അത്രമേൽ ശ്രദ്ധിക്കാതെ പോയ ഒരു പ്രധാനപ്പെട്ട വിഷയം പൊതുസമൂഹ മധ്യത്തിൽ കൊണ്ടുവന്നു. അത് വേറൊന്നുമല്ല, ഈ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി മറുപടി പറയുമ്പോൾ അദ്ദേഹം രാജ്യസഭയിലെ 2014 അധികാരത്തിലെത്തിയപ്പോഴുള്ള ഒരു കാര്യം പരാമർശിച്ചു. 2014 സഭയിലെത്തിയപ്പോൾ തങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ലെന്നും അന്ന് ചെയറിലുണ്ടായിരുന്നവർക്ക് എതിർപക്ഷത്തോടായിരുന്നു ഒരു താല്പര്യമെന്നും എന്നാൽ അതിനെ മറികടന്ന് ഞങ്ങൾ ഭൂരിപക്ഷമുണ്ടാക്കി എന്നുമാണ് പറഞ്ഞത്. സാധാരണ ഒരു പ്രധാനമന്ത്രിമാരും കഴിഞ്ഞു പോയൊരു കാലഘട്ടത്തിലെയും കഴിഞ്ഞ ഒരു സഭയിലെയും ഒരു സഭയുടെ ഉപാധ്യക്ഷനോട് അദ്ദേഹത്തെക്കുറിച്ച് ഇത്തരമൊരു പരാമർശം നടത്തിയ ചരിത്രം ഇന്ത്യൻ ജനാധിപത്യത്തിലേ ഇല്ല. അങ്ങനെ നടത്താൻ പാടില്ല എന്നുള്ളതാണ് കീഴ്വഴക്കം. എന്നാൽ ഇദ്ദേഹം നടത്തിയത് അത് ഹാമിദ് അൻസാരി ആയതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ചില ആ പേരുകളും അല്ലെങ്കിൽ അതുമൊക്കെ വരുമ്പോഴുണ്ടാകുന്ന ആ അസ്വാരസ്യവും രസക്കേടും കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത്. അത് ജയറാം രമേശ് പറയുന്നത് അതൊരു താൽക്കാലികമായ നാക്കുപിഴയോ ഒന്നുമല്ല. ഹാമിദ് അൻസാരി എന്ന ഈ രാജ്യസഭാ ഉപാധ്യക്ഷൻ അദ്ദേഹം സ്ഥാനമൊഴിയുമ്പോൾ അദ്ദേഹത്തെ അനുമോദിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ ഈ ഹാമിദ് അൻസാരി പ്രവർത്തിച്ചിരുന്ന അറബ് രാജ്യങ്ങളുടെ എല്ലാം പേരുകൾ എടുത്തു പറയുകയും എന്നാൽ UN-ലും അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്ക, UK അടക്കമുള്ള രാജ്യങ്ങളിൽ പുള്ളി നയതന്ത്ര സേവനങ്ങൾ ചെയ്ത കാര്യം നിശബ്ദമാക്കുകയും ചെയ്തു. ഈ ദുഷ്ടലാക്കോടെ ഈ പ്രധാനമന്ത്രി എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. ഈ പ്രധാനമന്ത്രി ആയതുകൊണ്ട് ആ ആരോപണത്തെ നമ്മൾ അവഗണിക്കേണ്ടതില്ല. എന്നുവെച്ചാൽ ഹാമിദ് അൻസാരി പ്രവർത്തിച്ചിരുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ എല്ലാം പേരുകൾ പറഞ്ഞു, അതുമാത്രം പറഞ്ഞു, ബാക്കി ഒന്നും പറഞ്ഞില്ല. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ഒരാളായിരുന്നു എന്ന് വരുത്തി തീർത്ത് പുറത്തേക്ക് വിടാനുള്ള ഒരു മനസ്സാണ് കണ്ടത്. ആ വിത്താണ് ഈ നന്ദിപ്രമേയ ചർച്ചയുടെ മറുപടി പ്രസംഗത്തിലും ചെയറിനന്ന് ഒരു താല്പര്യം മറുവശത്തോടെയാണെന്ന് ഒരു പ്രധാനമന്ത്രി സംസാരിച്ചത്. അത് രേഖയിൽ നിന്ന് അംബാൻ നീക്കം ചെയ്തിട്ടേയില്ല. അംബാൻ അതിൽ വിഷമവുമില്ല. ഏതായാലും ആ വിഷയവും കോൺഗ്രസ് എഴുതി കൊടുത്തിട്ടുണ്ട്. അംബാൻ അതൊന്നും ചെയ്യില്ല. പാർലമെൻ്ററി ഡെമോക്രസി എന്ത്, പാർലമെൻ്ററി കീഴ്വഴക്കം എന്ത്, സാമാന്യ മര്യാദ എന്ത്, സദാചാര മര്യാദ എന്ത്, ഇതൊന്നും രംഗണ്ണയ്ക്കും അംബാനും ബാധകമല്ല.